നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിലെ തങ്ങളുടെ അവസാന മത്സരത്തിൽ പടുകൂറ്റൻ വിജയം നേടിക്കൊണ്ട് അഫ്ഗാൻ ഇതാ വിട പറയുന്നു. കാനഡയോട് 82 റൺസിൻ്റെ വിജയമാണ് അവർ നേടിയത്. 4 മത്സരങ്ങൾ കഴിയുമ്പോൾ 2 വിജയം 2 തോൽവി, 4 പോയിന്റ്. ഗ്രൂപ്പിൽ 3-ാം സ്ഥാനക്കാരായിക്കൊണ്ടവർ പുറത്താവുകയായിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടന്ന പോരാട്ടം വല്ലാത്തൊരു പോരാട്ടമായിരുന്നു. 2 തവണ സൂപ്പർ ഓവർ നടന്നു. ആ സൂപ്പർ ഓവറിൽ കാലിടറിയത് അവർക്ക് വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു. ഏതായാലും അവസാന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 200 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ കാനഡ 20 ഓവറിൽ 8 വിക്കറ്റിന് 118 റൺസ് മാത്രമാണ് അടിച്ചത്. 82 റൺസിൻ്റെ പടുകൂറ്റൻ വിജയം അഫ്ഗാൻ നേടുമ്പോൾ അവർക്ക് വേണ്ടി ഇബ്രാഹിം സദ്രൻ മിന്നും പ്രകടനം നടത്തി. അദ്ദേഹത്തിന് സെഞ്ചുറി നഷ്ടമായത് തലനാരിഴക്കാണ്. 56 പന്തിൽ 7 ഫോറും 5 സിക്സും അടക്കം 95 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകുന്നു. സഹ ഓപ്പണർ റഹ്മാനുള്ള ഗുർബാസ് 20 പന്തിൽ 30 റൺസ് അടിച്ചിരുന്നു. സദിഖുൽ അത്തൽ 32 പന്തിൽ 44 റൺസുമായിട്ട് മികച്ച ഇന്നിങ്സ് കളിച്ചിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ കാനഡയ്ക്ക് വേണ്ടി ടാക്കർ 24 പന്തിൽ 30 റൺസ് അടിച്ച് ടോപ്പ് സ്കോററായപ്പോൾ സഫർ 26 പന്തുകളിൽ നിന്ന് 28 റൺസ് അടിച്ചു. കൂടാതെ സംറ 17, ബജ്വ 13, കേട്ടൻ 10, ഇത്രയും പേര് മാത്രമാണ് അവർക്കായിട്ട് 2 അക്കം കടന്നത്. അഫ്ഗാന് വേണ്ടി മുഹമ്മദ് നബി 4 ഓവറിൽ 7 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 4 വിക്കറ്റുകൾ പിഴുതെടുത്ത് മികച്ച പ്രകടനം നടത്തിയപ്പോൾ റാഷിദ് ഖാൻ 4 ഓവറിൽ 19 റൺസ് 2 വിക്കറ്റ് എടുത്ത് നന്നായിട്ട് തന്നെ പന്തെറിഞ്ഞു. ആസ്മത്തുള്ള ഒമർ സായിക്കും അതുപോലെ മുജീബുർ റഹ്മാനും ഓരോ വിക്കറ്റുകളും ലഭിച്ചു. ഏതായാലും അഫ്ഗാൻ ഇതാ അവരുടെ അവസാന മത്സരം പടുകൂറ്റൻ ജയത്തോടു കൂടി അവസാനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.